നമ്മുടെ വ്ളോഗിൽ ഇന്ന് കേരളത്തിലെ കുംഭമേള, അതായത് മലപ്പുറം ജില്ലയിലെ, എൻ്റെ ജില്ലയായ മലപ്പുറം ജില്ലയിലെ എൻ്റെ വീടിൻ്റെ അടുത്തുള്ള തിരുനാവായ ക്ഷേത്രത്തിൽ നടക്കുന്ന കുംഭമേളയുടെ വിശേഷങ്ങളാണ് നമ്മൾ കാണാൻ പോകുന്നത്. നല്ല തിരക്ക് അനുഭവപ്പെട്ടിരുന്നു കുംഭമേളയ്ക്ക്. അപ്പോൾ 250 വർഷത്തിന് ശേഷം അത്രയും ഒരു വലിയൊരു ഇടവേള കഴിഞ്ഞിട്ടാണ് തിരുനാവായ ക്ഷേത്രത്തിൽ ഇപ്പോൾ കുംഭമേള നടക്കുന്നത്. മഹാമാഘ മഹോത്സവം അല്ലെങ്കിൽ തിരുനാവായ മഹാമാഘ കുംഭമേള എന്നാണ് അറിയപ്പെടുന്നത്. പണ്ട് കാലത്ത് മാമാങ്കം എന്നായിരുന്നു അറിയപ്പെട്ടിരുന്നത്. അപ്പം മാമാങ്കം എന്താന്ന് വെച്ചാൽ ഭാരതപ്പുഴയുടെ തീരത്ത് 12 വർഷത്തിലൊരിക്കൽ നടത്തിയിരുന്ന, അതായത് വള്ളുവക്കൂനാതിരിയും സാമൂതിരിയും തമ്മിലുള്ള അധികാര തർക്കങ്ങളുടെ പശ്ചാത്തലത്തിൽ രൂപം കൊണ്ട് ചാവേർ പോരാട്ടങ്ങൾക്കും സാംസ്കാരിക മേളങ്ങൾക്കും പേരുകേട്ട ഒരു മഹോത്സവമായിരുന്നു മാമാങ്കം എന്ന് പറയുന്നത്. ഇത് മാഘമാസത്തിലെ മകം നാളിൽ തുടങ്ങിയിട്ട് 28 ദിവസം നീണ്ടു നിന്നിരുന്നു. 1755 അവസാനമായിട്ട് മാമാങ്കം നടന്നത്. അതായത് ഹൈദരാലിയുടെ പടയോട്ടത്തോടെ ഇത് മാമാങ്കം നിലയ്ക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ അവശിഷ്ടങ്ങളൊക്കെ ഇപ്പോഴും തിരുനാവായയിലുണ്ട്. അപ്പോൾ പണ്ട് കാലത്ത് ഇത് മാമാങ്കം ആയിട്ടായിരുന്നു അറിയപ്പെട്ടിരുന്നത്. ഇപ്പോൾ 250 വർഷങ്ങൾക്ക് ശേഷം നമ്മൾ മഹാമാഘ മഹോത്സവം അല്ലെങ്കിൽ കേരളത്തിലെ കുംഭമേള എന്ന് പറഞ്ഞ രീതിയിൽ ഇപ്പം നമ്മൾ പിന്നെയും പുനരാരംഭിച്ച് ഉത്സവം പോലെ കൊണ്ടാടുകയാണ്. നമ്മളിപ്പോൾ കാണുന്ന ഈ ഒരു കാഴ്ച എന്ന് പറയുന്നത് തിരുനാവായ ക്ഷേത്രത്തിനകത്ത് നമ്മൾ പ്രവേശിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ നേരെ നിങ്ങൾ ഭാരതപ്പുഴ കാണാം. ഭാരതപ്പുഴയ്ക്ക് അപ്പുറം നിളാരതി ഒരു 6:30-7 കൂടി നിളാരതി നടക്കും. ആ നിളാരതി കാണാൻ ആണ് ഈ കണ്ട എല്ലാ ജനങ്ങളും നാനാ സ്ഥലങ്ങളിൽ നിന്ന് പല സ്ഥലങ്ങളിൽ നിന്ന് ജനങ്ങൾ വന്ന്, അതായത് നമുക്കവിടെ പോയാൽ മനസ്സിലാവും, നോർത്ത് ഇന്ത്യയിൽ നിന്ന് വരെ ഒരുപാട് സ്ഥലങ്ങളിൽ നിന്ന്, ആന്ധ്രക്കാരായിക്കോട്ടെ തമിഴരായിക്കോട്ടെ, അങ്ങനെ ഒരുപാട് ആളുകൾ വന്ന് ഈ നിളാരതി ഒന്ന് വിറ്റ്നസ് ചെയ്യാൻ വന്നവരാണ്. അപ്പോൾ നിങ്ങൾക്ക് അവിടെ നോക്കിയാൽ കാണാൻ പറ്റും, നിളയുടെ എക്രോസ് ആയിട്ട് ഒരു പാലം പണി കഴിപ്പിച്ചിട്ടുണ്ട്. നമുക്ക് ഇങ്ങനെ പോവുകയാണെങ്കിൽ ആ പാലത്ത് കൂടെ ക്യൂ നിന്ന് പോയി നിളാരതി കാണാവുന്നതാണ്. ഇനി ഇതല്ലാണ്ട് വേറൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് നവമുകുന്ദ ക്ഷേത്രത്തിൻ്റെ ഓപ്പോസിറ്റായിട്ട്, അതായത് നിള നമ്മളുടെ ഭാരതപ്പുഴ ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഒരു ബ്രഹ്മാവ് ക്ഷേത്രമുണ്ട്. ആ ബ്രഹ്മാവ് ക്ഷേത്രം എന്ന് പറയുന്നത് തവനൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അതായത് തവനൂർ ബ്രഹ്മ ടെമ്പിൾ എന്നാണ് പറയുക. 5000 വർഷത്തോളം പഴക്കമുള്ളൊരു ക്ഷേത്രമാണ്. ആ ക്ഷേത്രത്തിൻ്റെ അടുത്തുകൂടെ തന്നെ നമുക്ക് ഭാരതപ്പുഴയിലേക്ക് വഴിയുണ്ട്. അപ്പോൾ അങ്ങനെ വരികയാണെങ്കിൽ നമുക്ക് ക്യൂ ഒന്നും ഇല്ലാണ്ട് എളുപ്പം നിളാരതി കാണാൻ പറ്റും. ഇപ്പോൾ ഞങ്ങൾ അങ്ങനെ തവനൂർ പോയിട്ട് ആ ക്ഷേത്രത്തിൻ്റെ അടുത്തൂടെ പോയി നിളാരതി കാണാമെന്നാണ് വിചാരിച്ചത്. കാരണം തിരുനാവായ ക്ഷേത്രത്തിലൂടെ പോയപ്പോൾ നിങ്ങൾ കണ്ടതാണ്, ക്യൂ ഭയങ്കര കൂടുതലായിരുന്നു. അപ്പോൾ ഞങ്ങൾ നേരെ തിരിച്ച് തവനൂർ ഭാഗത്തോട്ട് പോവുകയാണ്. ഒരു അരമണിക്കൂർ ഡിഫറൻസേ ഉള്ളൂ. തവനൂർ ബ്രഹ്മക്ഷേത്രത്തിലോട്ട് പോകുന്ന വഴി ഞങ്ങൾക്ക് വിസ്മയകരമായ വേറൊരു കാഴ്ച കണ്ടു. അത് ഈ വ്യക്തിയാണ്. ഇദ്ദേഹം ഈ സൈക്കിളിൽ ജയ്പൂരിൽ നിന്ന് 2 ആഴ്ച മുന്നേ സ്റ്റാർട്ട് ചെയ്ത ഒരു ജേണിയാണ്. അങ്ങനെ ഇന്ത്യയിലെ എല്ലാ സ്ഥലങ്ങളും അയാൾ കവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ യാത്ര ചെയ്തിട്ട് അയാൾ 8 സ്ഥലങ്ങളോളം ഇതുവരെ കവർ ചെയ്ത് കഴിഞ്ഞു മൊത്തം. അപ്പോൾ ഇത് അടുത്ത സ്ഥലമാണ്. അപ്പോൾ അയാൾ ക്യാമ്പിംഗ് ആണ് ചെയ്യുന്നത്. അയാളടുത്ത് അതിനുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഉണ്ട്. അപ്പോൾ ഞങ്ങൾ പറഞ്ഞ് തവനൂർ ബ്രഹ്മക്ഷേത്രത്തിൻ്റെ അടുത്തുള്ള വഴി എത്തി. അങ്ങനെ നമ്മൾ ഇതിലൂടെ നേരെ കടന്നു കഴിഞ്ഞാൽ നമുക്ക് നിളാതീരത്തോട്ട് കയറാം. ഇവിടെയാണെങ്കിൽ നമുക്കുള്ളൊരു ഗുണം എന്ന് പറഞ്ഞാൽ, ഞാൻ പറഞ്ഞ പോലെ
തിരുനാവായ ക്ഷേത്രത്തിൽ അനുഭവപ്പെട്ട ആ ഒരു ഭയങ്കര തിക്കും തിരക്കും ക്യൂവിൽ പെട്ട് നമ്മൾ ഒരുപാട് നേരമൊന്നും നിന്ന് നിളാരതി കാണണമെന്നില്ല. നമുക്ക് ഇവിടുന്ന് നേരെ കയറി പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നിളാരതി അടുത്തെത്തും. തിരക്കുണ്ട്, പക്ഷേ നമ്മളങ്ങനെ ക്യൂ നിന്ന് ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല. നേരെ നമുക്ക് നിളാരതിയിലോട്ട് കയറാൻ പറ്റും. അപ്പോൾ ഇത് കാണുന്ന വ്യൂവേഴ്സിന് വലിയൊരു ഉപകാരമാണെന്ന് വിചാരിക്കുന്ന ഈ ഒരു ഇൻഫർമേഷൻ. അപ്പോൾ ഇവിടെയുള്ള എല്ലാ പ്രോഗ്രാംസും സ്പോൺസർ ചെയ്തിട്ടുള്ളത് ശ്രീ മാതാമൃതാനന്ദമയി മഠം, അവരുടെ ഇൻസ്റ്റിറ്റ്യൂട്ട്, അവർ ആൾക്കാരാണ് ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും സ്പോൺസർ ചെയ്തിട്ടുള്ളത്. ഞങ്ങൾ കയറി വരുമ്പോൾ തന്നെ നിങ്ങൾ കണ്ട പോലെ അവിടെ ഒരു സ്റ്റേജ് പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതായത് ആദ്യം നിളാരതി ഒരു ആരതി ഉണ്ടായിരുന്നുള്ളൂ, ഇപ്പോൾ 2 ആരതിയാണ്. ഇപ്പോൾ ഈ കാണുന്നത് ഒരു ആരതിയുടെ നിളാരതിയുടെ സെക്ഷനാണ്. കയറി വരുന്ന സ്ഥലത്ത് ഇത് ഒരു മിനിയേച്ചർ ചെറിയൊരു രീതിയിലാണ് അവർ ഒരുക്കിയിട്ടുള്ളത്. ഇനി മെയിനായിട്ടുള്ള നിളാരതി എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ കണ്ട ദൂരെ നിന്ന് കണ്ട ആ ഒരു സ്പോട്ടിലാണ് നമ്മളുടെ മെയിനായിട്ടുള്ള നിളാരതി. ആ ഒരു നിളാരതി കാണാനാണ് ഇത്രയും ജനങ്ങൾ പല ഭാഗത്തു നിന്നും വന്നിട്ടുള്ളത്. എല്ലാവരും അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്, ആരാണ് ഈ കുംഭമേള ഇപ്പോൾ തിരുനാവായ ക്ഷേത്രത്തിൽ നടത്തുന്നത്, അല്ലെങ്കിൽ ആരാണ് ഇനിയും ഇത് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം എന്നുള്ളൊരു പിന്നെയും ആ ഒരു തോട്ട് ആരുടെ കൺട്രോളിലാണ് ഇത് ചെയ്യുന്നത് എന്നുള്ളതല്ല. അപ്പോൾ ഈ ഒരു മഹാമാഘ മഹോത്സവ സമിതി അല്ലെങ്കിൽ ഈ ഒരു കുംഭമേള എന്ന് പറയുന്നത് ശ്രീ പഞ്ച് ദശ്നം ജുന അഖാഡ എന്ന് പറയുന്ന ഒരു വളരെ പ്രസിദ്ധമായിട്ടുള്ളൊരു ഹിന്ദു മൊണാസ്റ്റിക് ഓർഡർ എന്ന് പറയുന്നത് ഒരു കൂട്ടം സന്യാസിമാർ, ഹിന്ദു സന്യാസിമാരുടെ ഒരു സമിതിയാണത്, ഈ ജുന അഖാര എന്ന് പറയുന്നത്. അപ്പോൾ അവരാണ് ഇതിൻ്റെ ഒരു മെയിൻ ഈ ഒരു നടത്തിപ്പുകാരെന്ന് പറയുന്നത്. കൂടാണ്ട് നമ്മളുടെ ഇവിടുത്തെ ക്ഷേത്ര കമ്മിറ്റി, അങ്ങനെ എല്ലാ ലോക്കൽ ഓർഗനൈസേഴ്സ് അവരോടൊക്കെ ചേർന്ന് ചെയ്യുന്ന ഒരു സംഭവമാണ് ഈ ഒരു കുംഭമേള എന്ന് പറയുന്നത്. പിന്നെ ഇതിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഒരു മോഹൻജി ഫൗണ്ടേഷൻ ഇൻവോൾവ് ആണ്. അതായത് ഞാൻ പറഞ്ഞ പോലെ ഈ നിള ആരതി ഡെയിലി നിള ആരതി ചെയ്യുന്നുണ്ട് അല്ലേ, അപ്പോൾ അതിൻ്റെ മെയിൻ സപ്പോർട്ട് കൊടുക്കുന്നത് ഒരു മോഹൻജി ഫൗണ്ടേഷനാണ്. പിന്നെ അത് കൂടാണ്ട് ഇപ്പം നിങ്ങൾ നേരത്തെ കണ്ട പോലെ ശ്രീ മാതാമൃതാനന്ദമയി മഠം, അവരാണ് ആ ഒരു കളരി അതുപോലെ അങ്ങനത്തെയൊക്കെ കുറച്ച് കലാപരിപാടികളൊക്കെ ഇപ്പുറത്തെ സൈഡിൽ ചെയ്തു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ചെറിയ രീതിയിൽ സ്പോൺസർ ചെയ്യുന്നത് അവരും കൂടിയാണ്. അപ്പോൾ നിളാരതി നിങ്ങൾക്കിപ്പോൾ കാണാൻ സാധിക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഫെബ്രുവരി 3 വരെയാണ് നമുക്ക് നിളാരതി ഇവിടെ നടത്തുന്നത്. നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് ജനുവരി 18 സ്റ്റാർട്ട് ചെയ്തത്. ജനുവരി 18 മുതൽ ഫെബ്രുവരി 3 വരെ ഇവിടെ കുംഭമേള എന്നും വൈകിട്ട് നമുക്ക് നിളാരതി കാണാം. അപ്പോൾ അതിന് തടിച്ചുകൂടിയ ജനങ്ങളാണ് നിങ്ങളിപ്പോൾ ഈ കാണുന്നതെല്ലാം. അപ്പോൾ ആ ഒരു ഡേറ്റിൻ്റെ ഉള്ളിൽ പറ്റാവുന്ന ആൾക്കാരൊക്കെ വന്ന് വിറ്റ്നസ് ചെയ്യുക, കാണുക. അതല്ലാത്തവർക്ക് ഈ വീഡിയോ വളരെയധികം യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. അലഹാബാദിലെ പ്രയാഗ്രാജിൽ കുംഭമേള നടക്കുന്ന അതേ സമയത്ത് തന്നെയാണ് നിളാതീരത്തും മാഘമഹോത്സവം, അതായത് നമ്മളുടെ കുംഭമേള നടക്കുന്നത്. ഹിന്ദു ഐതിഹ്യം അനുസരിച്ച് നമ്മളുടെ ബ്രഹ്മദേവൻ പ്രകൃഷ്ടയാഗം, ഈ ത്രിവേണി സംഗമം, അതായത് ഗംഗ യമുന സരസ്വതി റിവറിൽ നടത്തി എന്നാണ് കുംഭമേള, പ്രയാഗ്രാജിലെ കുംഭമേളയുടെ ഒരു മിത്തോളജി എന്ന് പറയുന്നത്. അതേപോലെ ഇവിടെ നമ്മുടെ കുംഭമേളയിൽ പറഞ്ഞു വരുന്ന വേറൊരു ഐതിഹ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബ്രഹ്മദേവൻ്റെ യാഗസമയത്ത് ഭാരതത്തിലെ സമസ്ത പുണ്യനദികളും നിളാതീരത്ത് സംഗമിച്ചു എന്നുള്ളതാണ്.
നമ്മളുടെ വാരണാസിയിലെ ഗംഗാരതി വളരെ വളരെ പ്രസിദ്ധമാണ്. അപ്പോൾ അതിനെ ഇൻഫ്ലുവൻസ്ഡ് ആയിട്ടാണ് ഇപ്പോൾ നിളാരതി നടത്തുന്നത്. കാശി വാരണാസിയിൽ ചെയ്യുന്ന പ്രീസ്റ്റ്സ്, പുരോഹിതർ, അവർ തന്നെയാണ്, അതേ ആളുകൾ തന്നെയാണ് ഇവിടെ നമ്മളുടെ നിളാരതിയും നടത്തുന്നത്. ആരതി കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു നദിക്ക് നമ്മൾ വർഷിപ്പ് ചെയ്യുന്നു, അല്ലെങ്കിൽ നദീനെ വണങ്ങുന്നു എന്നുള്ള രീതിയിലാണ്. അപ്പോൾ ഗംഗാരതി ഗംഗേനെ വണങ്ങുന്ന പോലെ, അതേപോലെ തന്നെ നിളാരതി ഭാരതപ്പുഴയെ വർഷിപ്പ് ചെയ്തുകൊണ്ടുള്ള ഒരു സെറിമണിയാണത്. ഞാൻ പറഞ്ഞല്ലോ, അപ്പോൾ നിളാരതിയുടെ ഒട്ടുമിക്ക എല്ലാ ഭാഗങ്ങളും നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനിയും ഉണ്ട്, നിന്ന് കഴിഞ്ഞാൽ നമുക്ക് തീരുന്നത് വരെ നിൽക്കാം. അപ്പോൾ ഞങ്ങളത് തീരുന്നത് വരെ കാത്തു നിന്നില്ല. ഒരുപാട് ഭാഗം കണ്ടു കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ തിരക്ക് ഇനി ഒരുപാട് കൂടണ്ടെന്ന് വെച്ചിട്ട് ഞങ്ങൾ പിന്നെ മടങ്ങുകയാണ് ചെയ്തത്. അപ്പോൾ നമ്മൾ വരുന്ന വഴി ജസ്റ്റ് നിങ്ങൾ വീഡിയോൻ്റെ തുടക്ക ഭാഗത്തിൽ കണ്ടിട്ടുണ്ടാവും, ചെറിയൊരു സ്റ്റേജിൽ പെർഫോമൻസസ് ഉണ്ടായിരുന്നു. അതായത് കളരി, അതുപോലെ പാട്ടുകൾ, അങ്ങനത്തെയൊക്കെ ചെയ്യുന്ന പെർഫോമൻസസ് ഉണ്ടായിരുന്നു. നമ്മൾ തവനൂർ ബ്രഹ്മക്ഷേത്രത്തിൻ്റെ ഒരു എൻട്രി കഴിഞ്ഞ് ഭാരതപ്പുഴയിലേക്ക് ഇറങ്ങുന്ന ആ ഒരു ഭാഗത്ത്. അപ്പോൾ ഞങ്ങൾ പോകുന്ന വഴി അത് കുറച്ച് നേരം നിന്ന് കണ്ട് ആസ്വദിച്ചു. നല്ല രീതിയിൽ തന്നെ അവിടെയും അത്യാവശ്യം ജനക്കൂട്ടം നല്ല രീതിയിൽ തന്നെ ഉണ്ടായിരുന്നു. ആ ഒരു പെർഫോമൻസുകൾ കാണാനും അവിടെ ഇരിക്കാനും ഒക്കെ നല്ല ഭംഗിയായിരുന്നു. അപ്പോൾ നമ്മളുടെ മഹാമാഘ മഹോത്സവം, നമ്മളുടെ കുംഭമേളയുടെ എല്ലാ വിശേഷങ്ങളും A to Z ഞാൻ ഈ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. വിശദീകരണവും എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. കാരണം വരുന്ന ആൾക്കാർ ബുദ്ധിമുട്ടാൻ പാടില്ല, ഈസി ആയിട്ട് നിളാരതി കാണണം എന്നാണ് എനിക്ക് ആഗ്രഹം. അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങൾ എങ്ങനെ കുംഭമേളയിലേക്ക് വരുന്ന ഒരാൾ എങ്ങനെ വരണം, ഏത് രീതി സ്വീകരിക്കണം എന്നുള്ളതൊക്കെ ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു എക്സ്പ്ലനേഷൻ ഞാൻ കൊടുത്തത്. അപ്പോൾ നമ്മളുടെ ഈ വ്ളോഗ്, ഫോക്ക് ഫുഡ് ഫ്ലോറുടെ ഈ വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കണം. എല്ലാവരും നമ്മളെ ചാനൽ കാണുക, നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് എപ്പോഴും വരുന്നതായിരിക്കും, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വ്ളോഗുമായിട്ട് നമുക്ക് കാണാം. അപ്പോൾ ശരി.